ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ആക്കുന്നത് 4ാം ക്ലാസ്സിൻ്റെ എൻവിറോൺമെൻറ്റൽ സയൻസിൽ വരുന്ന 5ാമത്തെ ചാപ്റ്ററാണ്, എറൗണ്ട് അസ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ്. സോ നമുക്ക് പാഠഭാഗം നോക്കാം. 2 ആൾക്കാർ സംസാരിക്കുന്നുണ്ടല്ലേ, എന്താ പറയുന്നത്? അനു ഈസ് എ ടാലൻറ്റഡ് ഇൻ ഡ്രോയിങ്. ഈ പിക്ചറിൽ കാണുന്ന ഈ കുട്ടിയുടെ പേരാണ് അനു. അവൾ എന്താണ്? ടാലൻറ്റഡ് ഇൻ ഡ്രോയിങ്, വരയ്ക്കാൻ നല്ല കഴിവുള്ള കുട്ടിയാണ്. നെലിൻ ഈസ് റിക്വസ്റ്റിംഗ് ഹെർ ടു ഡ്രോ പിക്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ്. നെലിൻ എന്ന് പറഞ്ഞ സൈഡിൽ നിൽക്കുന്ന ആൾ അവളെടുത്ത് പല വ്യത്യസ്ത തരത്തിലുള്ള വസ്തുക്കളുടെ ചിത്രം വരയ്ക്കാൻ പറയാണ്. എന്നിട്ട് എന്താ പറയുന്നത് നോക്കിക്കേ. അതിൽ അനു പ്ലീസ് ഡ്രോ ദ പിക്ചർ ഓഫ് സ്റ്റോൺ, ചോക്ലേറ്റ്, കോക്കനട്ട് ഓയിൽ, ഹണി, ചെയർ ആൻഡ് വാട്ടർ. ഇതൊക്കെ ഒബ്ജക്ട്സ്, ഏതൊക്കെ വസ്തുക്കളാണ് പറയുന്നത്? ചോക്ലേറ്റ് ഉണ്ട്, സ്റ്റോൺ കല്ലുണ്ട്, കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ, ഹണി തേന്, ചെയർ കസേര ആൻഡ് വാട്ടർ വെള്ളം. ഈ വസ്തുക്കളുടെയൊക്കെ ചിത്രങ്ങളാണ് നമ്മൾ അനുവിനോട് വരയ്ക്കാൻ പറയുന്നത്. യു ക്യാൻ ആൾസോ ട്രൈ ടു ഡ്രോ പിക്ചേഴ്സ് ഓഫ് ദി ഒബ്ജക്ട്സ് മെൻഷൻഡ് ബൈ നെലിൻ. നിങ്ങൾക്കും നെലിൻ പറഞ്ഞ ഈ വസ്തുക്കളെ, ഈ ഒബ്ജക്ട്സ് ഒക്കെ വരയ്ക്കാം എന്നാണ് പറയുന്നത്. എമംഗ് ദം നെയിം ദ ഒബ്ജക്റ്റ് ദാറ്റ് യു വെർ ഏബിൾ ടു ഡ്രോ കറക്റ്റ്. ഇതിൽ മേൽ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ശരിയായിട്ട് കറക്റ്റ് എക്സാക്റ്റ് പിക്ചറായിട്ട് നിങ്ങൾക്ക് ഏതിൻ്റെയൊക്കെയാണ് വരയ്ക്കാൻ പറ്റുന്നത് എന്നാണ് ചോദിച്ചത്. 2 എണ്ണം തന്നിട്ടുണ്ട്. ഒന്ന് സ്റ്റോണ്, കല്ല് നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാം. ചോക്ലേറ്റ് വരയ്ക്കാം. പിന്നെ എന്തെഴുതാം? ചെയർ എഴുതാം അല്ലേ? കസേരയും നമുക്ക് വരയ്ക്കാം. അവിടെ ചെയർ എന്ന് എഴുതുക. നെയിം ദി ഒബ്ജക്ട്സ് യു ആർ അണേബിൾ ടു ഡ്രോ. അൺഏബിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റാത്ത, അണേബിൾ ടു ഡ്രോ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റാത്ത ഒബ്ജക്റ്റിൻ്റെ പേര് എഴുതാനാണ്, വസ്തുക്കളുടെ പേര് എഴുതാനാണ്. നേരത്തെ നെലിൻ പറഞ്ഞില്ലായിരുന്നോ കുറച്ച് വസ്തുക്കൾ? അതിൽ ഏതൊക്കെയാണ്? കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ, വാട്ടർ വെള്ളം, ഹണി തേന്. ഇതിൻ്റെയൊക്കെ പിക്ചറാണ് നമുക്ക് വരയ്ക്കാൻ കഴിയാത്ത വസ്തുക്കളിൽ വരിക. വൈ വെർ യു ഏബിൾ ടു ഡ്രോ ദി ഒബ്ജക്ട്സ് ഇൻ ദ ഫസ്റ്റ് സെറ്റ്? ആദ്യത്തെ സെറ്റിൽ നമ്മൾ എഴുതിയില്ലേ നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന കുറച്ച് ഒബ്ജക്ട്സ്, കുറച്ച് വസ്തുക്കൾ. അതെന്തുകൊണ്ടാണ് നമുക്ക് വരയ്ക്കാൻ പറ്റിയത്? ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒബ്ജക്റ്റ് എറൗണ്ട് ഹൗസ്. നമുക്ക് ചുറ്റും വ്യത്യസ്ത തരത്തിലുള്ള വസ്തുക്കളുണ്ട്. ഡു ഓൾ ഓഫ് ദം അപ്പിയർ ടു ബി ഓഫ് ദി സെയിം ഷേപ്പ്? എല്ലാ വസ്തുക്കൾക്കും ഒരേ ഷേപ്പാണോ, ഒരേ ആകൃതിയാണോ? അല്ലല്ലേ, പല വസ്തുക്കളും പല ടൈപ്പിൽ വ്യത്യസ്ത തരത്തിലാണുള്ളത്. ഒബ്ജക്റ്റ് ഹാവിങ് ഡെഫിനിറ്റ് ഷേപ്പ് ആർ കാൾഡ് സോളിഡ്സ്. ഒരു വസ്തുവിന് നല്ല ഷേപ്പ്, നല്ലൊരു ആകൃതി ഉണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് സോളിഡ്സ്. ഇതാണ് നമുക്ക് വരയ്ക്കാൻ. അതുകൊണ്ടാണ് ഈ ചോക്ലേറ്റ്, ചെയറൊക്കെ നല്ല എന്താണ്, ഒരു ആകൃതി ഉള്ള വസ്തുക്കളിൽ പെട്ടതാണ്. അതുകൊണ്ടാണ് നമുക്കത് വരയ്ക്കാൻ പറ്റിയത്. സോളിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. നല്ല ഷേപ്പ്, നല്ല ആകൃതിയുള്ള ഒബ്ജക്റ്റ്, വസ്തുവിനാണ് സോളിഡ്സ് എന്ന് പറയുന്നത്. അടുത്തത് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഭാരം. ട്രൈ ടു ലിഫ്റ്റ് എ സ്മോൾ ബ്രിക്ക് ആൻഡ് എ ലാർജ് ബ്രിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഷ്ടിക. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? ഒരു ചെറിയ ഇഷ്ടിക കയ്യിലെടുക്കുക, പിന്നെ ഒരു വലിയ ഇഷ്ടിക കയ്യിലെടുക്കുക. വിച്ച് ബ്രിക്ക് ഈസ് മോർ ഡിഫിക്കൽട്ട് ടു ലിഫ്റ്റ്? വൈ? ഏത് ബ്രിക്കായിരിക്കും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുക എടുക്കാൻ വേണ്ടിയിട്ട്? വലിയ ബ്രിക്കായിരിക്കും അല്ലേ? വൈ? കാരണം എന്താണ്? അതിന് വെയിറ്റ് കൂടുതലായിരിക്കും അല്ലേ? ദ വെയിറ്റ് ഈസ് ഹൈ അല്ലേ? ചെറിയ ഇഷ്ടികനെക്കാട്ടിലും വലിയ ഇഷ്ടികക്കല്ലേ ഭാരം കൂടുതലുണ്ടാവുക? ഡു ഓൾ ഒബ്ജക്ട്സ് ഹാവ് ദി സെയിം വെയിറ്റ്? എല്ലാ വസ്തുക്കൾക്കും ഒരേ ഭാരം തന്നെയാണോ ഉണ്ടാവുക? മെഷർ ദി വെയിറ്റ് ഓഫ് ഡിഫറെൻറ്റ് സോളിഡ് മെറ്റീരിയൽസ് യൂസിങ് എ സ്പ്രിംഗ് ബാലൻസ് അവൈലബിൾ ഇൻ യുവർ സ്കൂളിലുള്ള ഒരു സ്പ്രിംഗ് ബാലൻസ്, ഒരു മെഷീൻ, അത് ഉപയോഗിച്ചിട്ട് സോളിഡ് ഒബ്ജക്റ്റ്, അതായത് സോളിഡ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആകൃതിയുള്ള, ഷേപ്പുള്ള ഒബ്ജക്റ്റുകൾ, അതിൻ്റെ ഭാരം നിങ്ങളെടുത്ത് നോക്കാനാണ് പറഞ്ഞത്. എങ്ങനെയാണ് അതിൻ്റെ മാറ്റം വരുന്നത് എന്ന്. ഇനി അടുത്തത് എ പ്ലേസ് ടു ഒക്യുപ്പൈ. എന്താണ്? താമസിക്കാൻ, നിൽക്കാൻ ഒരു സ്ഥലം. ടേക്ക് എ ഗ്ലാസ് ടംബ്ലർ ഫിൽഡ് വിത്ത് വാട്ടർ. ഒരു ഗ്ലാസ് എടുക്കുക, ഫിൽഡ് വിത്ത് എ വാട്ടർ, അതിലെന്ത് ചെയ്യുക? വെള്ളം നിറയ്ക്കുക. ടൈ എ സ്റ്റോൺ വിത്ത് എ സ്ട്രിങ് ആൻഡ് സ്ലോലി ഇമ്മേഴ്സ് ഇറ്റ് ഇൻ ടു ദി വാട്ടർ. എന്നിട്ട് ഒരു കയറിൽ കല്ല് കെട്ടിയിട്ട് അത് ആ വെള്ളത്തിലേക്ക് ഇടുക. വാട്ട് ഈസ് യുവർ ഒബ്സർവേഷൻ? എന്താണ് നിങ്ങളുടെ നിരീക്ഷണം? ഒരു എക്സ്പെരിമെൻ്റ് ആണല്ലേ ചെയ്യുന്നത്. ഒരു ഗ്ലാസ്സിൽ ഫുള്ള് വെള്ളം എടുത്തിട്ട് ഒരു സ്ട്രിങ്ങുമേൽ, ഒരു കയറുമേൽ കല്ല് കെട്ടിയിട്ട് അതിലേക്ക് മുക്കുക.
ഇമ്മേഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിലേക്ക് ഇടുമ്പോൾ എന്താ ചെയ്യുക? വാട്ടർ ലെവൽ റൈസ്, വെള്ളത്തിൻ്റെ അളവ് കൂടും. അപ്പോൾ വാട്ട് ഈസ് യുവർ ഒബ്സർവേഷൻ, നിങ്ങളുടെ നിരീക്ഷണം എന്താണെന്ന് ചോദിച്ചെടുത്ത് എന്ത് എഴുതുക? വാട്ടർ ലെവൽ റൈസസ് എന്ന് എഴുതുക. വെള്ളത്തിൻ്റെ അളവ് കൂടും. ഇനി നിങ്ങളടുത്ത് താഴെ ചോദിക്കുകയാണ് വാട്ട് മൈറ്റ് ബി ദ റീസൺ, എന്താണ് ഇതിന് കാരണം ഈ കല്ലെന്ന് പറയുന്നത് ഒരു സോളിഡ് അല്ലേ? അതായത് സോളിഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആകൃതിയുള്ള വസ്തു. സോ സോളിഡിന് എന്ത് വേണം? സ്പേസ്. അതിന് നിൽക്കാൻ വേണ്ടിയിട്ട് സ്പേസ് വേണം. സോളിഡ് ഒക്യുപ്പൈ സ്പേസ്. അതുകൊണ്ടാണ് വെള്ളത്തിൻ്റെ ലെവൽ കൂടാൻ കാരണം. സോ നിങ്ങൾ അവിടെ എഴുതുക സോളിഡ് ഒക്യുപ്പൈ സ്പേസ് എന്ന്. ട്രൈ അഗെയിൻ ബൈ ഇമ്മേഴ്സിങ് എ ലാർജർ സ്റ്റോൺ ഇൻ ടു ദി വാട്ടർ. എന്താണ് ഇനി അടുത്തത്? ഇപ്പം എടുത്തതിനെക്കാട്ടിലും കുറച്ചുകൂടി ലാർജർ സ്റ്റോണ്, കുറച്ചുകൂടി വലിയ സ്റ്റോണ്, വലിയ കല്ലെടുക്കുക. എന്നിട്ട് ഇമ്മേഴ്സ് ഇൻ ടു ദി വാട്ടർ. ഇമ്മേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളത്തിലേക്ക് ഇടുക. അപ്പോൾ എന്താ സംഭവിക്കുക? വലിയ ഒബ്ജക്റ്റ് ഇടുമ്പോൾ ചെറിയ ഒബ്ജക്റ്റ് ഉണ്ടായ വെള്ളത്തിൻ്റെ അളവിലുള്ള മാറ്റത്തിനെക്കാട്ടിലും കൂടുതലായിരിക്കും. ഇവിടെ വെള്ളം എന്താണ്? കൂടുതൽ പുറത്തേക്ക് ഒഴുകും. ചെറിയ ഒബ്ജക്റ്റ് ഇട്ടതിനെക്കാട്ടിലും കൂടുതൽ വെള്ളമാണ് പുറത്തേക്ക് ഒഴുകുക. എന്ത് ചെയ്താൽ വാട്ടർ ലെവൽ റൈസസ് മോർ എന്ന് എഴുതുക. ഓക്കെ, ഇനി എന്താണ് കാരണം? വാട്ട് മൈറ്റ് ബി ദ റീസൺ? വലിയ ഒബ്ജക്റ്റ് ഇട്ടപ്പോൾ കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുകാനുള്ള കാരണം എന്താണ്? നോക്കിക്കേ, ഇവിടെ ബോക്സിൽ എഴുതിയത് എന്താണെന്ന്. സോളിഡ്സ് റിക്വയർ സ്പേസ് ടു ഒക്യുപ്പൈ. സോളിഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റിന് എന്താണ്? നിൽക്കാൻ വേണ്ടിയിട്ട് സ്ഥലം, സ്പേസ് വേണം. അതുമാത്രമല്ല ലാർജർ സോളിഡ്സ് റിക്വയർ മോർ സ്പേസ് ടു ഒക്യുപ്പൈ. വലിയ സോളിഡ്സ് ആയിട്ടുള്ള ഒബ്ജക്റ്റിന് കൂടുതൽ സ്പേസ് വേണം നിൽക്കാൻ. സോ അതുകൊണ്ടാണ് ചെറിയ കല്ലിട്ടപ്പം എന്താണ്? അതിന് കുറച്ച് സ്പേസ് മതിയായിരുന്നു. അതുകൊണ്ടാണ് അത്ര എന്നുള്ള വെള്ളം പുറത്തേക്ക് ഒഴുകിയത്. വലിയ കല്ലിട്ടപ്പം അതിന് കൂടുതൽ സ്പേസ് വേണം, കാരണം വലിയ ഒബ്ജക്റ്റ് ആയതുകൊണ്ട്. സോ അത് കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുകി. അത് മനസ്സിലാക്കുക. ഈ ബോക്സിലുള്ളതും മനസ്സിലാക്കി വെക്കുക. പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുക. അടുത്തത്, റൈറ്റ് ഡൗൺ ദി ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ് മെറ്റീരിയൽസ് ഇൻ മൈ എൻവിറോൺമെൻറ്റൽ സയൻസ് ഡയറി. സോളിഡ് മെറ്റീരിയൽസിൻ്റെ, സോളിഡ് ഒബ്ജക്ട്സിൻ്റെ ജനറൽ പ്രോപ്പർട്ടീസ് ഏതാണെന്നാണ് നിങ്ങളടുത്ത് പറഞ്ഞത്. പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ സാധാരണ ഗുണങ്ങൾ. എന്തിൻ്റെ ഗുണങ്ങളാണ് ചോദിച്ചത്? സോളിഡ് മെറ്റീരിയൽസ്, സോളിഡ് ഒബ്ജക്ട്സ്. ഏതൊക്കെയായിരുന്നു സോളിഡ് ഒബ്ജക്ട്സിൽ വരിക? എക്സാമ്പിൾസ് ഏതൊക്കെയായിരുന്നു? സ്റ്റോണ്, ചോക്ലേറ്റ്, ചെയർ, ടേബിള്, ബുക്ക്, സ്പൂണ്, പെന്ന്, നമ്മുടെ ഈ മൊബൈൽ ഫോണ്. അങ്ങനെ ഇതൊക്കെ എന്താണ്? ഡെഫിനിറ്റ് ഒരു ഷേപ്പ് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ അത് സോളിഡ് ഒബ്ജക്ട്സ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു ഗുണത്തിൽ എന്ത് ചെയ്താം? ഫസ്റ്റ് എന്ത് ചെയ്താം? ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ്, ഒരു നിശ്ചയ ആകൃതി ഉണ്ടാവും. നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്താം? ഹാവ് എ ഡെഫിനിറ്റ് വോളിയം. വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു വസ്തുവിന് നിൽക്കാനുള്ളൊരു സ്ഥലം, എത്ര സ്പേസ് ആണോ അതിനാവശ്യമായിട്ടുള്ളത് അത്. അതിലൊരു മാറ്റമില്ല. ഇപ്പോൾ ഒരു കല്ലാണെങ്കിൽ അതിനൊരു മാറ്റം വരുന്നില്ല. അത് വെക്കാനുള്ള സ്പേസിൽ യാതൊരു മാറ്റവും വരില്ല. സോ നമുക്ക് എന്ത് ചെയ്താം? ഹാവ് എ ഡെഫിനിറ്റ് വോളിയം എന്ന് എഴുതാം. പിന്നെ അടുത്ത പോയിന്റ് ആയിട്ട് എന്ത് എഴുതാം? ഹാർഡ് ഓർ സോഫ്റ്റ് എന്ന് എഴുതാം. ഒന്നെങ്കിൽ എന്തായിരിക്കും? ഭയങ്കര ഹാർഡായിരിക്കും. അതിൻ്റെ തൊടുമ്പോൾ അതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് നല്ല കട്ടിയുള്ളതായിരിക്കും. അല്ലെങ്കിൽ എന്തായിരിക്കും? സോഫ്റ്റ്, നല്ല മൃദുലമുള്ളതായിരിക്കും. രണ്ടിലേതെങ്കിലും ഒന്നായിരിക്കും. സോ ഈ രണ്ട് പോയിന്റും കൂടി അവിടെ നിങ്ങൾ എഴുതി ചേർക്കുക. ഇനി അടുത്തത്, ഷേപ്പ് ഓഫ് എ വാട്ടർ. യു വെർ നോട്ട് ഏബിൾ ടു ഡ്രോ ദ പിക്ചർ ഓഫ് വാട്ടർ, റൈറ്റ്? നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ ഒരു ചിത്രം വരയ്ക്കാൻ കഴിഞ്ഞോ? ഇല്ലല്ലേ? ഫിൽ വാട്ടർ ഇൻ ദ വെസൽസ് ഹാവിങ് ഡിഫറെൻറ്റ് ഷേപ്സ് ആസ് ഗിവൺ ബിലോ. താഴെ നിങ്ങൾക്ക് പല ആകൃതിയിലുള്ള പാത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ? ചെറുതും വലുതും നല്ല വീതിയുള്ളതുമായിട്ടുള്ള പല ഷേപ്സ് ആണ് ഈ പാത്രങ്ങൾക്ക്, ഈ വെസൽസിനൊക്കെ ഉള്ളത്. വെസൽ എന്ന് പറഞ്ഞാൽ പാത്രം. സോ ഒബ്സർവ് ദ ഷേപ്പ് ഓഫ് വാട്ടർ ഇൻ ഈച്ച് ഓഫ് ദി വെസൽസ്. എന്നിട്ട് ഇതിലൊക്കെ എന്ത് ചെയ്യുക? വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഈ വെള്ളം ഒഴിച്ചതിന് ശേഷം വെള്ളത്തിൻ്റെ ആകൃതിയിൽ വരുന്ന മാറ്റം നിരീക്ഷിക്കാനാണ് പറഞ്ഞത്. വെള്ളത്തിൻ്റെ ഷേപ്പ് സെയിം ആയിരിക്കുമോ? ഇല്ലല്ലേ? എന്തായിരിക്കും? ഓരോ വെസൽസ് അനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ ഷേപ്പിലും മാറ്റം വരും അല്ലേ?
അവിടെ എഴുതി കൊടുക്കുക നോ ദ ഷേപ്സ് ആർ നോട്ട് സെയിം, അവരുടെ ഷേപ്സ് സെയിം അല്ല. റൈറ്റ് ഡൗൺ യുവർ ഇൻഫറൻസ് അബൌട്ട് ദി ഷേപ്പ് ഓഫ് വാട്ടർ ഇൻ മൈ എൻവിറോൺമെൻറ്റൽ സയൻസ് ഡയറി. നിങ്ങളുടെ ഡയറിയിൽ വെള്ളത്തിൻ്റെ ഇപ്പം മഞ്ഞെന്ന ഷേപ്പിനെ കുറിച്ച് നിങ്ങളുടെ കണ്ടുപിടുത്തം എഴുതാനാണ് പറഞ്ഞത്. എന്തെഴുതാം? വാട്ടർ ഡസ് നോട്ട് ഹാവ് എ ഷേപ്പ്. എന്താണ്? വെള്ളത്തിന് ഒരു നിശ്ചിത ആകൃതിയില്ല. ഇറ്റ് ടേക്സ് ദ ഷേപ്പ് ഓഫ് വെസൽ ഇറ്റ് ഒക്യുപ്പൈസ്. അത് ഏതിലാണോ ഒക്യുപ്പൈ ചെയ്യുന്നത്, ഏതിലാണോ നിൽക്കുന്നത്, അതിൻ്റെ ഷേപ്പായിരിക്കും വെള്ളത്തിന്. നോക്കിക്കേ, ബോക്സിൽ എന്താ എഴുതിയത്? വാട്ടർ ഡസിൻറ്റ് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ്. വെള്ളത്തിന് നിശ്ചിത ആകൃതിയില്ല. നമ്മൾ മുകളിൽ പറഞ്ഞ കാര്യം തന്നെ. ഇറ്റ് ടേക്സ് ദ ഷേപ്പ് ഓഫ് ദി കണ്ടെയ്നർ ഇറ്റ് ഒക്യുപ്പൈസ്. ഏതിലാണോ ആ വെള്ളം നിൽക്കുന്നത്, വെള്ളം ഒഴിച്ചത്, അതിൻ്റെ ഷേപ്പായിരിക്കും വെള്ളത്തിന്. Then weight of water. Measure the weight of your water bottle before and after filling it with water. നിങ്ങളുടെ വെള്ളക്കുപ്പി വെള്ളം ഒഴിക്കുന്നതിന് മുൻപേയും വെള്ളം ഒഴിച്ചിട്ടും നിങ്ങളോട് അതിൻ്റെ വെയിറ്റ്, ഭാരം നോക്കാനാണ് പറഞ്ഞത്. യൂസിങ് ദി സ്പ്രിംഗ് ബാലൻസ് അവൈലബിൾ ഇൻ യുവർ സ്കൂൾ. നിങ്ങളുടെ സ്കൂളിൽ അവൈലബിൾ ആയിട്ടുള്ള സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് ഇതിൻ്റെ ഭാരം നോക്കാനാണ് പറഞ്ഞത്. എന്നിട്ട് താഴെ നിങ്ങളെടുത്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. വെയിറ്റ് ഓഫ് വാട്ടർ ബോട്ടിൽ ബിഫോർ ഫില്ലിംഗ് വിത്ത് വാട്ടർ. വെള്ളം ഒഴിക്കുന്നതിന് മുൻപേ വെള്ളക്കുപ്പിയുടെ ഭാരം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. വെയിറ്റ് ഓഫ് ദി വാട്ടർ ബോട്ടിൽ ആഫ്റ്റർ ഫില്ലിംഗ് വിത്ത് വാട്ടർ. വെള്ളം ഒഴിച്ചതിന് ശേഷം വാട്ടർ ബോട്ടിലിൻ്റെ വെയിറ്റും എഴുതാൻ പറഞ്ഞിരിക്കുന്നു. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് എഴുതിയിട്ടുണ്ട്. വെള്ളം നിറയ്ക്കുന്നതിന് മുൻപേ കുപ്പിയുടെ ഭാരം 200 ഗ്രാമും വെള്ളം നിറച്ചതിന് ശേഷം 700 ഗ്രാം എന്നാണ് എനിക്ക് കിട്ടിയത്. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു വെയ്റ്റ്സ്? എന്തായിരുന്നു? എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഉണ്ടല്ലേ. വെള്ളം നിറയ്ക്കുന്നതിന് മുമ്പ് കുപ്പിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് കുറവാണ്, വെള്ളം നിറച്ചതിന് ശേഷം കൂടുതലാണ്. വാട്ട് ക്യാൻ ബി ദ റീസൺ? അത് എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം എന്താണ്? വാട്ടർ ഹാസ് വെയിറ്റ്. വെള്ളത്തിന് എന്തുണ്ട്? ഭാരമുണ്ട്. ഓക്കെ, മനസ്സിലാക്കുക. വെള്ളത്തിന് എന്തുണ്ട്? ഭാരമുണ്ട്. അടുത്തത് ദ പവർ ഓഫ് വാട്ടർ. ഡസ് ദ ഫ്ലോയിങ് വാട്ടർ ഹാവ് പവർ? ഒഴുകുന്ന വെള്ളത്തിന് ശക്തിയുണ്ടോ? മേക്ക് എ വീൽ ബൈ അറ്റാച്ചിങ് 6 ഐസ്ക്രീം സ്പൂൺസ് ടു ദി സർക്കുലർ ലിഡ് ഓഫ് എ ജാർ. നിങ്ങളടുത്ത് എന്താ പറഞ്ഞത്? ഈ പിക്ചറിൽ കാണുന്ന പോലെ റൗണ്ട് ഷേപ്പിലുള്ള ഒരു മൂടി എടുത്തിട്ട് ഐസ്ക്രീം സ്പൂണും ചുറ്റും വെച്ചിട്ട് ഒരു വീൽ ഉണ്ടാക്കാനാണ് പറഞ്ഞത്. ദ വീൽ ഈസ് ടു ബി അറേഞ്ച്ഡ് ആസ് ഷോൺ ഇൻ ദി പിക്ചർ. ഈ പിക്ചറിൽ തന്നിരിക്കുന്നത് പോലെ പ്ലേസ് ഇറ്റ് ബിലോ ദി വാട്ടർ ഫ്ലോയിങ് ഫ്രം എ പൈപ്പ് ആസ് ഷോൺ ഇൻ ദ പിക്ചർ. എന്നിട്ട് ഒരു പൈപ്പിൽ നിന്ന് വെള്ളം തുറന്നിട്ടിട്ട് അത് ഒഴുകുന്നതിൻ്റെ അടിയിൽ കൊണ്ടുവെക്കുക. വാട്ട് ഡു യു ഒബ്സർവ്? നിങ്ങൾ എന്താണ് നിരീക്ഷിക്കുന്നത്? വിച്ച് ഈസ് ദ ഫോഴ്സ് ദാറ്റ് മെയ്ഡ് ദ വീൽ ടു റൊട്ടേറ്റ്? അത് അടിയിൽ കൊണ്ടുവെക്കുമ്പം നമ്മുടെ വീല് കറങ്ങാൻ തുടങ്ങും അല്ലേ? റൊട്ടേറ്റ് ചെയ്യും, കറങ്ങും. വിച്ച് ഈസ് ദ ഫോഴ്സ് ദാറ്റ് മെയ്ഡ് ദ വീൽ ടു റൊട്ടേറ്റ്? ഏത് ഫോഴ്സാണ് ആ വീലിൽ കറക്കുന്നത്? കാരണം ഈ ഒഴുകുന്ന വെള്ളത്തിന് എന്തുണ്ട്? പവർ ഉണ്ട്. അത് കാരണമാണ് ഈ വീല് കറങ്ങുന്നത്. ഓക്കെ, സോ ഫ്ലോയിങ് വാട്ടർ ഹാസ് പവർ. ഒഴുകുന്ന വെള്ളത്തിന് ശക്തിയുണ്ട്. ഇൻ വിച്ച് സ്റ്റേറ്റ് ഡസ് വാട്ടർ എക്സിസ്റ്റ്? ഏത് സ്റ്റേറ്റിലാണ് വെള്ളം, ഏത് തലത്തിലാണ് നിൽക്കുന്നത്? സോളിഡ് അല്ല എന്ന് നമ്മൾ പറഞ്ഞു. കാരണം അതിന് നല്ല നിശ്ചിത ആകൃതി ഇല്ലാത്തത് കൊണ്ട് വെള്ളം എന്ന് പറയുന്നത് ഒരു സോളിഡ് അല്ല എന്ന് നമ്മൾ പറഞ്ഞു. ഇനി വെള്ളം എന്ന് പറയുന്നത് ഏതാണ്? ലിക്വിഡ് ഫോമാണ്, ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. ഓക്കെ, വെള്ളത്തിൻ്റെ വാട്ടറിൻ്റെ സ്റ്റേറ്റ് ഏതാണ്? ലിക്വിഡ് ആണ്. ലിസ്റ്റ് ഔട്ട് അതർ എക്സാമ്പിൾസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ ദി സെയിം സ്റ്റേറ്റ്. അതേ അവസ്ഥയിലുള്ള മറ്റുള്ള വസ്തുക്കളുടെ ഉദാഹരണങ്ങളാണ് നമ്മുടെ അടുത്ത് ചോദിച്ചത്. അതായത് ഏതാണ് ലിക്വിഡ് ഫോമിലുള്ളത്? ഏതെഴുതാം? കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ എന്താണ്? ലിക്വിഡ് ഫോം അല്ലേ? കെറോസിൻ മണ്ണെണ്ണയും എന്താണ്? ലിക്വിഡ് ഫോമിലാണ്. അതിനൊരു നിശ്ചിത ആകൃതിയൊന്നുമില്ല. പിന്നെ നമുക്ക് എന്തെഴുതാം? ഹണി എഴുതാം, തേനും ഇതിനൊരു എക്സാമ്പിളാണ്. ദെൻ നമുക്ക് എന്ത് എഴുതാം? കുറേ കാര്യങ്ങളുണ്ട്. മിൽക്ക് ഉണ്ട്, പാൽ എഴുതാം, ജ്യൂസ്, കെറോസിൻ, പെട്രോൾ ഒക്കെ എഴുതാം. സോ കുറേ എക്സാമ്പിൾസ് ഉണ്ട് അല്ലേ? ഞാനിവിടെ 3 എക്സാമ്പിൾസ് എഴുതി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതുക. ഇനി ഒബ്ജക്ട്സ് ദാറ്റ് ഫ്ലോ ആൻഡ് ഹാവിങ് നോ ഡെഫിനിറ്റ് ഷേപ്പ് ആർ കാൾഡ് ലിക്വിഡ്സ്. ലിക്വിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് നോ ഡെഫിനിറ്റ് ഷേപ്പ്, അതിനൊരു നിശ്ചിത ആകൃതി ഉണ്ടാവില്ല. പിന്നെന്താണ്? അത് ഫ്ലോ ചെയ്യും, ഒഴുകും. ഓക്കെ,
അതായത് ഒരു വെള്ളം പോലുള്ള ടൈപ്പ്, അതായത് പെട്രോൾ ആണെങ്കിലും ഇങ്ങനെ ഒഴിക്കാൻ പറ്റുന്നതല്ലേ, മിൽക്ക്, പാല്, ജ്യൂസ്, കോക്കനട്ട് ഓയിൽ, മനസ്സിലായില്ലേ ലിക്വിഡ് എന്താണെന്ന്. സോ അത് പഠിച്ചു വെക്കുക. വാട്ടർ, ഓയിൽ എക്സെട്ര ആർ ലിക്വിഡ്സ്. എക്സാമ്പിൾസും ഇവിടെ തന്നിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ആൻഡ് മാർക്ക് ദി ലിക്വിഡ് ഒബ്ജക്റ്റ് ഫ്രം ദി ടേബിൾ ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ള ഈ ടേബിളിൽ കുറേ എന്തുണ്ട്, ലിക്വിഡ്സ് ഉണ്ട്. അത് നമ്മളെടുത്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഫസ്റ്റ് നോക്കാം, ഇവിടെ മിൽക്ക് ഉണ്ട്, പാലൊരു ലിക്വിഡാണല്ലേ. ദെൻ നേരെ നോക്കുക, കെറോസിൻ ഉണ്ട് ഫസ്റ്റത്തെ ലൈനിൽ. രണ്ടാമത്തെ ലൈനിൽ കോക്കനട്ട് ഓയിൽ ഉണ്ട്. മൂന്നാമത്തെ ലൈനിൽ ഹണി ഉണ്ട്, പെട്രോൾ ഉണ്ട്. നാലാമത്തെ ലൈനിൽ വാട്ടർ ഉണ്ട്. സോ ഇതൊക്കെ എന്താണ്, ലിക്വിഡ്സ് ആണ്. സോ നിങ്ങൾ ഇതൊക്കെ അടയാളപ്പെടുത്തുക. അടുത്തത് നമ്മളെടുത്ത് ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ലിക്വിഡ് എഴുതാനാണ് പറഞ്ഞത്. നമ്മൾ തൊട്ട് മുന്നേ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ് എഴുതിയിരുന്നു. സോ ലിക്വിഡിൻ്റെത് എന്താണ്, നോ ഡെഫിനിറ്റ് ഷേപ്പ്. ഇതിനെന്താണ്, ഒരു ഷേപ്പിൽ ഒരു നിശ്ചിത ആകൃതി ഇല്ല. നമ്മൾക്ക് എന്ത് എഴുതാം, ഹാവ് വെയിറ്റ്. ലിക്വിഡിന് എന്തുണ്ടാവും, വെയിറ്റ് ഉണ്ടാവും. വെള്ളത്തിന് ഭാരമുണ്ട് അല്ലേ, കെറോസിന്, പെട്രോളിനൊക്കെ ആണെങ്കിൽ എന്താണ്, ഭാരമുണ്ട്, വെയിറ്റ് ഉണ്ടാവും. പിന്നെ ഇറ്റ് ക്യാൻ ഫ്ലോ. ഇതിനൊക്കെ എന്താണ്, ഒഴുകാൻ പറ്റും അല്ലേ, വെള്ളം ഒഴുകും, ഒക്കെ എന്താണ്, ഒഴുകുന്ന ടൈപ്പ് ആയിരിക്കും. ഹാവ് വോള്യം. വോള്യം എന്ന് പറഞ്ഞാൽ അത് നിൽക്കാനുള്ളൊരു സ്പേസ്. ഇപ്പം വെള്ളമൊക്കെ ആണെങ്കിലും അതിൽ നിൽക്കാനൊരു സ്പേസ്, ഡെഫിനറ്റ് സ്പേസ് ഉണ്ടാവും അല്ലേ. സോ അതും ഒരു പ്രോപ്പർട്ടി എഴുതാം. ടോയ് ഫാൻ ആൻഡ് വിൻഡ്. റീഡ് ദ പിക്ചർ സ്റ്റോറി. നിങ്ങൾക്ക് താഴെ ഒരു പിക്ചർ സ്റ്റോറി, ഒരു കഥ തന്നിട്ടുണ്ട്, വായിച്ചേ. അനു ആൻഡ് ഹെർ ഫാമിലി ആർ റിട്ടേണിങ് ഹോം ഇൻ എ ബസ് ആഫ്റ്റർ വാച്ചിങ് എ ഫെസ്റ്റിവൽ. ഒരു ഫെസ്റ്റിവൽ കഴിഞ്ഞതിന് ശേഷം അനുവും അനുവിൻ്റെ കുടുംബവും ബസ്സിൽ തിരിച്ച് വീട്ടിലേക്ക് പോവുകയായിരുന്നു. ഹെർ ബ്രദർ ഹാസ് എ ടോയ് ഫാൻ വിച്ച് ദേ ബോട്ട് ഫ്രം ദി ഫെസ്റ്റിവൽ. അവർ ഫെസ്റ്റിവലിന് സമയത്ത് വാങ്ങിയ ഒരു കളി ഫാന് ആരുടെ കയ്യിലുണ്ടായിരുന്നു, അനുവിൻ്റെ ബ്രദർ അനിയൻ്റെ കയ്യിലുണ്ടായിരുന്നു. ദ ടോയ് ഫാൻ ബിഗാൻസ് ടു റൊട്ടേറ്റ് വെൻ ദ ബസ് സ്റ്റാർട്ടഡ് മൂവിങ്. ഈ ബസ് പോകുമ്പോൾ എന്ത് ചെയ്തു, ഈ ടോയ് ഫാൻ ഇങ്ങനെ കറങ്ങാൻ തുടങ്ങി. ഹാ സിസ്റ്റർ ലുക്ക് മൈ ടോയ് ഫാൻ ഈസ് റൊട്ടേറ്റിംഗ്. മോൻ എന്ത് പറഞ്ഞു, അനിയൻ എന്ത് പറഞ്ഞു, സിസ്റ്റർ നോക്ക് എൻ്റെ ടോയ് ഫാൻ ഇങ്ങനെ കറങ്ങുന്നുണ്ടെന്ന്. വെൻ ദ ബസ് സ്റ്റോപ്ഡ് ഇൻ ദ നെക്സ്റ്റ് സ്റ്റോപ്പ് ദ ടോയ് ഫാൻ സീസ്ഡ് റൊട്ടേറ്റിംഗ്. ഹെർ ബ്രദർ സ്റ്റാർട്ടഡ് ടു ക്രൈ. എന്താണ്, നെക്സ്റ്റ് സ്റ്റോപ്പിൽ ബസ് നിർത്തിയപ്പോൾ നമ്മുടെ ഈ ഫാന് കറങ്ങുന്നത് അങ്ങ് നിന്നു. അപ്പോൾ എന്താ, ഈ അനിയന് കരയാൻ തുടങ്ങി. മൈ ടോയ് ഫാൻ ഈസ് നോട്ട് റൊട്ടേറ്റ്. എൻ്റെ ടോയ് ഫാൻ എന്താണ്, ഈ സ്റ്റോപ്പിൽ ബസ് നിർത്തിയപ്പോൾ കറങ്ങുന്നില്ല. ഐ വാണ്ട് ഇറ്റ് ടു റൊട്ടേറ്റ്. എനിക്കിത് കറങ്ങണം എന്ന് പറഞ്ഞ് വാശിയായി. വെൻ ഹീ കണ്ടിന്യൂഡ് ക്രൈയിങ്. അവൻ ഇങ്ങനെ കരയാൻ തുടങ്ങിയപ്പോൾ ഹിസ് മദർ ബ്ലൂ ഇൻ ടു ദ ടോയ് ഫാൻ. അവൻ്റെ അമ്മ എന്ത് ചെയ്ത്, ആ ഫാനിലേക്കൊന്ന് ഊതി. ഇറ്റ് സ്റ്റാർട്ടഡ് ടു റൊട്ടേറ്റ് എഗെയിൻ. അപ്പോൾ എന്താ സംഭവിച്ചത്, ഈ ടോയ് ഫാൻ പിന്നെയും കറങ്ങാൻ തുടങ്ങി. വെൻ ദ സ്റ്റാർട്ടഡ് മൂവിങ്. ബസ് അങ്ങനെ പിന്നെയും മുന്നോട്ടേക്ക് പോകാൻ തുടങ്ങി. ദ ടോയ് ഫാൻ സ്റ്റാർട്ടഡ് ടു റൊട്ടേറ്റ് എഗെയിൻ. ആ ടൈമിൽ നമ്മുടെ ടോയ് ഫാൻ പിന്നെയും കറങ്ങാൻ തുടങ്ങി. ഹീ ബിക്കെയിം വെരി ഹാപ്പി. അങ്ങനെ നമ്മുടെ അനുവിൻ്റെ അനിയന് നല്ല ഹാപ്പി, നല്ല സന്തോഷത്തിലായി. ഹാവൻറ്റ് യു ഹാഡ് സച്ച് എക്സ്പീരിയൻസ്? നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ ബീച്ചിലൊക്കെ പോയാൽ ഒരു ടൈപ്പ് ഓഫ് ഒരു കളിപ്പാട്ടം വാങ്ങൂലേ, ബീച്ച് സൈഡിൽ നല്ല കാറ്റുള്ള സ്ഥലത്ത് നിന്നാലും നല്ലോണം അത് റൊട്ടേറ്റ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ അതും പിടിച്ച് ഓടിക്കാണെങ്കിലും നല്ല കാറ്റുള്ള സ്ഥലത്തൊക്കെ വെച്ചാൽ അത് നല്ലോണം കറങ്ങും. നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു കാര്യം. നിങ്ങളൊക്കെ അത് കണ്ടിട്ടുണ്ടോ? ദെൻ ഇവിടെ ബാക്കി ചോദിച്ചത് എന്താണ്, വൈ ഡിഡ് ദ ടോയ് ഫാൻ സീസ് റൊട്ടേറ്റിംഗ് വെൻ ദ ബസ് സ്റ്റോപ്ഡ്? ബസ് നിർത്തിയപ്പോൾ എന്തുകൊണ്ടാണ് ടോയ് ഫാൻ കറങ്ങാതിരുന്നത്? കാരണം അവിടെ കാറ്റില്ല. ബസ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ്, അവിടെ കാറ്റ്, വിൻഡ് ഉണ്ടാവും. ബസ് നിർത്തിയപ്പോൾ അവിടെ കാറ്റ് നിന്നു. അതുകൊണ്ടാണ് ടോയ് ഫാൻ കറങ്ങാത്തത്. ഇൻ വാട്ട് ഓൾ സിറ്റുവേഷൻ ഡസ് ദ ടോയ് ഫാൻ റൊട്ടേറ്റ്? വൈൽ റണ്ണിങ് വിത്ത് ദ ടോയ് ഫാൻ. ഈ ടോയ് ഫാനും കൊണ്ട് ഓടിയാൽ, മിസ് ഇപ്പം പറഞ്ഞല്ലേ, ടോയ് ഫാനും കൊണ്ട് ഓടിയാൽ എന്താണ്, ഈ ഫാൻ കറങ്ങും. അപ്പോൾ ആ ഒരു കാറ്റുണ്ടാവും. നമുക്ക് എഴുതാം, വെൻ യു ബ്ലൂ എയർ ഓൺ ഇറ്റ്. നമ്മുടെ അനുവിൻ്റെ അനിയന് ബസ് നിർത്തിയപ്പോൾ അത് കറങ്ങാത്തപ്പോൾ കരഞ്ഞില്ലേ, അന്നപ്പോൾ അമ്മ എന്താ ചെയ്തത്, അതിലേക്ക് ഊതി. സോ നമ്മൾ അതിലേക്ക് ബ്ലൂ എയർ എന്ന് പറഞ്ഞാൽ ഊത്. അതിലേക്ക് ഊതുമ്പോൾ എന്താണ്, ടോയ് ഫാൻ കറങ്ങും. സോ ഇതൊരു പോയിൻ്റായിട്ട് എഴുതുക. പിന്നെ വെൻ ഇറ്റ് പ്ലേസ്ഡ് ഇൻ വിൻഡ്, കാറ്റത്തേക്ക് വെച്ച് കൊടുത്താലോ, ഒന്നെങ്കിൽ കാറ്റടിക്കുമ്പം വെച്ചിടലോ അല്ലെങ്കിൽ ഫാൻ്റെ അടിയിൽ, കാറ്റിൻ്റെ അടിയിൽ വെച്ചാലോ എന്താണ്, അത് കറങ്ങും. 2 പോയിന്റും അവിടെ എഴുതി കൊടുക്കുക. ദെൻ ഇൻ ദ എബോവ് സിറ്റുവേഷൻ വാട്ട് ഹെൽപ്ഡ് ദ ടോയ് ഫാൻ ടു റൊട്ടേറ്റ്? മുകളിൽ പറഞ്ഞ ഈ സന്ദർഭങ്ങളിലൊക്കെ
ഒക്കെ എന്താണ് ടോയ് ഫാനിനെ കറങ്ങാൻ സഹായിക്കുന്നത്? എന്തോ ഒരു കാര്യം എല്ലാ പോയിന്റിലും ഉണ്ട്. എന്താണുള്ളത്? വിൻഡ്, കാറ്റുണ്ടല്ലേ? കാറ്റ് കാരണമാണ് നമ്മുടെ ടോയ് ഫാൻ കറങ്ങുന്നത്. ചോദിക്കുകയാണ്, ഹൗ ഡിഡ് വി നോ ദാറ്റ് ദർ ഈസ് വിൻഡ്? അവിടെ കാറ്റുണ്ടെന്ന് നമുക്ക് എങ്ങനെയൊക്കെ മനസ്സിലാക്കാം? ലീവ്സ് ആർ മൂവിങ്, ഇലകൾ അനങ്ങുമ്പോൾ മനസ്സിലാക്കാം അവിടെ കാറ്റടിച്ചിട്ടാണ് ഇലകൾ അനങ്ങുന്നത്. കൈറ്റ് ഈസ് ഫ്ലൈയിങ്, പട്ടം പറക്കുന്നത്. പിന്നെന്താണ്? ഹെയർ വിൽ മൂവ്, നമ്മുടെ മുടിയൊക്കെ ഇങ്ങനെ അനങ്ങൂല്ലേ കാറ്റുണ്ടെങ്കിൽ? മുടിയൊക്കെ ഇങ്ങനെ പാറും. ക്ലോത്ത്സ് വിൽ ഫ്ലട്ടർ എന്ന് പറഞ്ഞാൽ നമ്മളെ വസ്ത്രങ്ങളൊക്കെ ഇങ്ങനെ കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ പൊങ്ങും. ഇതൊക്കെ അവിടെ എഴുതി കൊടുക്കുക. ടേക്ക് എ ഷീറ്റ് ഓഫ് പേപ്പർ ആൻഡ് ജെന്റ്ലി ഫാൻ യുവർ സെൽഫ് വിത്ത് ഇറ്റ്. ഒരു പേപ്പർ എടുത്തിട്ട് നമ്മളടുത്ത് വീശാനാണ് പറഞ്ഞത്. വാട്ട് ഡു യു എക്സ്പീരിയൻസ്? നമ്മൾ എന്താ എക്സ്പീരിയൻസ്, എന്താ അനുഭവിക്കുക? നമുക്ക് എന്താണ്? ഒരു തണുപ്പ് വരും അല്ലേ? വി ഫീൽ കൂൾ ഓൺ അവർ ഫേസ്, നമ്മുടെ മുഖത്ത് നല്ലൊരു തണുപ്പ് വരും. വാട്ട് ഡിഡ് വി ഡു ടു ജനറേറ്റ് ദ വിൻഡ്? നമ്മൾ കാറ്റുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ പേപ്പർ കൊണ്ട് വീശി. വി മേഡ് ദി എയർ എറൗണ്ട് അസ് മൂവ്, റൈറ്റ്? നമുക്ക് ഇങ്ങനെ വീശിയപ്പോൾ എന്താ ഉണ്ടായത്? നമുക്ക് ചുറ്റുമുള്ള എയർ എന്താണ്? മൂവ് ചെയ്തു, അനങ്ങി. അങ്ങനെയാണ് കാറ്റുണ്ടാകുന്നത് അല്ലേ? ഈ കാറ്റെന്ന് പറഞ്ഞാൽ എന്താണ്? മൂവിങ് എയർ, നീങ്ങുന്ന അനങ്ങുന്ന വായുവിനാണ് നമ്മൾ ഈ കാറ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ അവിടെ പേപ്പർ എടുത്ത് വീശിയപ്പോൾ എന്താണ്? അവിടെയുള്ള എയർ അനങ്ങി, മൂവ് ചെയ്തു. അങ്ങനെയാണ് കാറ്റുണ്ടായത്. ഓക്കെ. വാട്ട് ഈസ് വിൻഡ്? മൂവിങ് എയർ ഈസ് കാൾഡ് വിൻഡ്. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഇതിൻ്റെ ബാലൻസ്, ചാപ്റ്ററിൻ്റെ ബാലൻസ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലാക്കി അപ്ലോഡ് ആക്കുന്നതാണ് പാർട്ട് 2 ആയിട്ട്. സോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. നമ്മുടെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ടാക്കുക. സോ താങ്ക് യു ഫ്രണ്ട്സ്.